സീറ്റിനായുള്ള അപേക്ഷകരുടെ തിരക്ക് 10 മടങ്ങ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് നറുക്കെടുപ്പിലൂടെ പ്രവേശനം നൽകുന്ന രീതി ആരംഭിച്ചത്. 5602 അപേക്ഷകരിൽ 4/1 കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കൂ എന്നതാണ് അവസ്ഥ. LKG ക്ലാസ്സിലേക്ക് ലഭിച്ച 1538 അപേക്ഷകളിൽ 752 പേർക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. 150 പേർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. മറ്റു ക്ലാസുകളിൽ 60 പേർ വീതം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. LKG ക്ലാസിനെ 4 വിഭാഗമായി തിരിച്ച് 105 വീതം വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഷിഫ്റ്റിലേക്കും 63 വീതം വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരത്തെ ഷിഫ്റ്റിലേക്കുമാണ് പ്രവേശനം നൽകുക. UKG മുതൽ 9 വരെ ക്ലാസുകളിൽ 30 ആൺകുട്ടികൾക്കും അത്ര തന്നെ പെൺകുട്ടികൾക്കുമായിരിക്കും അഡ്മിഷൻ നൽകുക. ഇതിൽ തന്നെ പകുതി സീറ്റുകൾ നിലവിലെ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾക്കായി മാറ്റിവെക്കും. കോൺസുലേറ്റിലെ ഹെഡ് ഓഫ് ചാൻസലറി മുഹമ്മദ് റക്കീബ് ഖുറൈശി, സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ ഡോക്ടർ ഹാറൂൺ റഷീദ്, പ്രിൻസിപ്പൽ സയ്യിദ് മസൂദ് അഹമ്മദ് എന്നിവരും 2000-ഓളം രക്ഷിതാക്കളും നറുക്കെടുപ്പിൽ പങ്കെടുത്തു. സൗദിയിലെ സ്വകാര്യ സ്കൂളുകൾ പലതും നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകാൻ കഴിയുന്ന വിധം സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജിദ്ദ കേരളൈറ്റ്സ് ഫോറം അംബാസഡർക്കും കോൺസുലേറ്റ് ജനറൽക്കും നിവേദനം നൽകാനും നീക്കമുണ്ട്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.